29 വർഷമായി റമദാൻ വ്രതമെടുക്കുന്ന മലപ്പുറം വളാഞ്ചേരി സ്വദേശി പ്രഭാകരനെ പരിചയപ്പെടാം. നിസ്കാരത്തിനും ഇഫ്താർ വിരുന്നിനുമായി ഇടമൊരുക്കുന്ന ഈ വീട് മതമൈത്രിയുടെ കൂടി ഉദാഹരണമാണ്. പ്രഭാകരൻ ഇത്തവണ ഒരുക്കിയ ഇഫ്താറിൽ പങ്കെടുക്കാൻ മന്ത്രി കെ.ടി. ജലീലും എത്തി. റമദാൻ വ്രതമെടുക്കുന്ന വിശ്വാസികൾക്ക് നിസ്കാരത്തിനും ഇഫ്താറിനുമായി സ്വന്തം വീടൊരുക്കാൻ പ്രഭാകരൻ തുടങ്ങിയിട്ട് 29 വർഷമായി. മതത്തിന്റെ മതിലുകളില്ലാത്ത പ്രഭാകരൻ ഇത്തവണ ഒരുക്കിയ ഇഫ്താർ വിരുന്നിലും പങ്കെടുക്കാൻ നിരവധി പേരെത്തി. വീടിനുള്ളിൽ തന്നെ നിസ്കാരത്തിനായുള്ള സൗകര്യങ്ങൾ ഒരുക്കി. വളാഞ്ചേരി ടൗൺ മസ്ജിദ് ഇമാം മുനീർ ഹുദവി നിസ്കാരത്തിനും പ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകി. റമദാൻ വ്രതം നൽകുന്ന ആത്മസംതൃപ്തിയെക്കുറിച്ച് പ്രഭാകരൻ: ഈ 30 ദിവസം റംസാൻ വ്രതത്തിന്റെ അനുഭൂതി ചെറുതായിരുന്നില്ല. മാനസികവും ശാരീരികവുമായിട്ടുള്ള സംതൃപ്തിയും ആരോഗ്യകരമായ കാര്യങ്ങളും എല്ലാം തന്നെ, വിശപ്പ് അറിയാനുള്ള, പാവപ്പെട്ടവന്റെ വിശപ്പ് അറിയുന്നതിനുള്ള സാഹചര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ഇനി ജീവിതകാലം മുഴുവൻ ഈ റംസാൻ വ്രതം അനുഷ്ഠിക്കും. ഒരു ദിവസം പോലും അത് മിസ്സാക്കില്ല എന്ന ദൃഢനിശ്ചയം തന്നെയാണ്. പിന്നെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള എല്ലാ മതസ്ഥരെയും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ഒന്നിച്ചിരുത്തുകയും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും സ്നേഹം പങ്കുവയ്ക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള ഇഫ്താർ വിരുന്ന് നടത്തുന്നതും. നിസ്കാരത്തിന് ശേഷം മുറ്റത്തൊരുക്കിയ പന്തലിൽ പ്രഭാകരനും കുടുംബാംഗങ്ങളും ഇഫ്താർ വിരുന്ന് വിളമ്പി. മന്ത്രി കെ.ടി. ജലീലും ഇഫ്താറിൽ പങ്കെടുത്തു. മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്നതാണ് ഇത്തരം കൂട്ടായ്മകളെന്ന് മന്ത്രി: എന്താണോ ദൈവവും വേദഗ്രന്ഥങ്ങളും ഉദ്ദേശിച്ചത്, ലക്ഷ്യമിട്ടത്, അതിൻ്റെ ഒരു സാക്ഷാത്കാരമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഇങ്ങനെയാണ് വേണ്ടത്. പരസ്പരം അടുത്തറിയാൻ, ഇടപഴകാൻ അവസരങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അപ്പുറത്തുള്ളവൻ എൻ്റെ ശത്രുവല്ല എന്ന് ബോധ്യമാകുന്നത്. പരിസ്ഥിതി സൗഹൃദ ഇഫ്താറാണ് പ്രഭാകരൻ ഒരുക്കിയിരുന്നത്. മതങ്ങളുടെ അതിരുകളില്ലാത്ത നിരവധി പേർ ഇഫ്താറിൽ പങ്കെടുത്തു. ന്യൂസ് 18 മലപ്പുറം.